നമ്മളിതേ ഇവിടെ ഈ മൂട്ടൻ്റെ ഈ ചാല് ഇതിൽ നിന്ന് വലിച്ച് ഈ മൂട്ടൻ്റെ കുഴി ഇടത്തരം വരാതെ പൊങ്ങുന്നുണ്ട്. ഇടത്തി അത്ര ചെറുതുമല്ല എന്നാൽ അത്ര മുഴുത്തതുമല്ല. അതിൽ അവിടുന്ന് ഒരു വര ഇങ്ങോട്ട് വലിക്കാൻ പോകുക. അത്യാവശ്യം ചെറിയ ചെമ്പല്ലേ നമ്മളിവിടെ മറിഞ്ഞ് കാണുന്നു. എടാ അവിടുന്ന് വരയ്ക്കാനാ അവനും കൂടി അവിടുന്ന്. എന്നാൽ പിന്നെ ആ പോള കൂടി കുറച്ച് വരയ്ക്കാത്തിട്ടേ കയറ്റാം. ആ നിവർന്ന് നിൽക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി അവിടെ നിന്ന് അടിച്ചു വരിക. ഇവിടുത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കമ്പ് കാടുണ്ട്. മരം വെട്ടിയതിൻ്റെ കമ്പെല്ലാം ചാരിക്കിടപ്പുണ്ട്. അതൊരു ചെറിയൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് വലയൊക്കെ ഉടക്കാനായിട്ട്. അവിടെ നിന്ന് എടുക്കാനാ ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്നാ വേസ്റ്റല്ലേ അത് തന്നെ പിടിച്ചു. എല്ലാം തന്നെ നടക്കും. ഉറവ് കുരുന്നൻ്റെ ഉറവ് കൂടെ കയറി വരുവാണെന്ന് തോന്നുന്നില്ല. പുറന്നോട്ടൊന്ന് വലിച്ചിറക്കി. എൻ്റെ കാലാണ് കൈ ഇത് വലമുട്ടിയത്. ഉടക്കി കല്ലിൻ്റെ ഇടയിലൊക്കെ കയറ്റി അടുക്കുന്നു. കുറേ കമ്പും തടി കഷ്ണമൊക്കെ കിടക്കുന്നു. ചീകള് കല്ലുകളും വരാക്കണ്ട. അതിങ്ങോട്ടോ പാതാളങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. തപ്പിത്തരാം പതുക്കെ കയറിക്ക്. തെങ്ങന്തലി ഇല്ല ഇങ്ങോട്ടില്ല. വേറൊരു തെങ്ങന്തടി എടുക്ക ഇവിടെ നോക്കട്ടെ. ഇല്ലേ ഒന്നേ ഇവിടെ ചെറ്റയുടെ സൈഡിൽ വരാകണ്ണം കാണൂടാ. കയറാൻ പറ്റുമോ? ആ സൈഡിൽ കൂടി ഇങ്ങനെ ഇരിഞ്ഞ് കയറാൻ പറ്റുമോ നമുക്ക്? തടിയുടെ അടി കാണും. അങ്ങോട്ട് കിടക്കും. ഇത് തടി കൊണ്ട് ചാല് കൊണ്ടിരിക്കുന്നു. കല്ലിന് വിടവല്ല, മറ്റേ തോരങ്കം എന്ന് പറയണം.
അയ്യോ, വാല് മാത്രം തഴുകിപ്പോയി. ചെറുതാ ചോവറെന്ന് പറഞ്ഞ എടാ, ചവറിനിടക്കിയ തിരിപ്പുണ്ട്. ഗപ്പിജി പെട്ടെന്ന് വരൂ. അല്ല, തിരിച്ച് ചാടൂല്ലെങ്കിൽ അടിച്ച് കയറി. ചെറുതാണ്. ഒരു ചെറുതിപ്പം എൻ്റെ കയ്യിൽ നിന്ന് തട്ടി വന്നായിരുന്നു അങ്ങോട്ട്. എന്താ എനിക്ക് വല കിട്ടിയില്ല. അതുകൊട്ടോ അടുത്ത വിത്തിട്ടത് എല്ലാം എന്താ പറയുക, എല്ലാം കൂടെ ചുരുട്ടി അവിടെ വെച്ചിരിക്കില്ല. അതേ കിട്ടി അടി. ഇവിടെ തെങ്ങും തടിയുണ്ട് കേട്ടോ, കുരുങ്ങ. അതെ, ഞാൻ മേലോട്ട് കൊടുക്കട്ടെ. അങ്ങോട്ട് പോണേ, കൊണ്ടുപോടാ, കൊണ്ടുപോടാ. ഉറക്കാണ് കാറ്റ. ചെറിയ കമ്പൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് മറ്റേ ഇതാ. നിൽക്കി ഇത് ഞാൻ ഇത് വലിക്കും. ഇങ്ങോട്ടായി പോകും.
250 സ്റ്റാൻഡ് 250 കേട്ടോ. 250 വരാനാണ്. തീരെ കൂടുതലല്ല. വാളെ ഓ വലുതെന്ന് പറയാനൊന്നും ഇല്ലല്ലോ. എല്ലായിട്ടും ഓ കല്ല് 250 പെറുക്കിക്കോ കേട്ടോ. അതെ ഉള്ളി സവോള അരിച്ചിടുന്ന കണ്ടിട്ടുണ്ട്. കുറേ ഹോളുണ്ട് അതിൻ്റെ അകത്ത് ഓരോ കഷ്ണമായിട്ട്. അതിൻ്റെ അകത്തോട്ട് ഓരോ ഇതിൻ്റെ അകത്ത് വീഴുന്നത് വലിപ്പത്തിൻ്റെ സംഭവം നല്ല ഏരിയ. അതാദ്യം ഒരാൾ ആപ്പിളല്ലേ ഇത് ക്വാളിറ്റി അനുസരിച്ച് കയറി പോകും. മറ്റേ ഉരുട്ടി വിടുന്നത്. കാലിപ്പോൾ ഇതൊക്കെ മറിച്ച് കളയുന്നു. ഒരു വലുതില്ലല്ലോ, ഒരുപാട് തീരെ ചെറുതും ഇല്ലല്ലേ. തീരെ പൊടിയല്ല. സാധാരണ എടുക്കാത്ത ചെമ്പല്ലിയൊക്കെ പിടിച്ചിടും. ഞാൻ ഈ ഐറ്റമൊന്നും എടുക്കാത്ത സംഭവമാണ്. യൂപ്പതിരിയിൽ ഇല്ലായ്മ കൊണ്ട് മാത്രം. അതെ, ഇതല്ലാതെ മാർഗമൊന്നുമില്ല. ഇത് തട്ടിക്കളയോ? പിന്നെ അതൊക്കെ കിടക്കുന്നുണ്ട്. ചുവണ്ട് കൊടുത്തതാണ് പറഞ്ഞത്. പാർപ്പിനെ പിടിച്ചിട്ട് ചെമ്പല്ലി കളിച്ചിട്ട് പുതിയ പൊടിയാണ്, വെട്ടാൻ പൊടിയില്ല. തേച്ച് വറക്കണം. തുള്ളിക്കളിച്ചൊന്നും ഇല്ലല്ലോ. അല്ല, ഇതേ വെട്ടി തേക്കണം, തേച്ച് വറക്കണം. മതിയോ? അങ്ങനെ ഓ അത് വെക്കാൻ വേണ്ടി മത്തി മേടിച്ചാൽ മതി. ആ വെള്ളത്തിൽ വിടും. ആ ഫസ്റ്റ് നമ്മൾ ഇത് മോട്ടിൻ്റെ പുറകിലൊരു വല വെച്ചിട്ടില്ലേ, വലിയ പ്രയോജനമൊന്നുമില്ല. ഇടത്തരം വരാല, ചെറിയ വരാല. പക്ഷെ നമ്മൾ ആ വരാൽ കൊടുക്കുന്നത് 250 രൂപ പ്രകാരം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കടപ്പുറത്തെ മത്തിയിലും വലുത്. അതുകൊണ്ട് മാത്രം അത് പെറുക്കിയെടുത്ത് കിട്ടിയ മീൻ തിരിക. അത് വലിപ്പമുള്ള പറയാനായിട്ടില്ല. അതിൽ ഒന്നും എത്താനാണ്ട് വിളിച്ചിട്ട് ആയിപ്പോയത്. ഇതേ ഉള്ളൊരു വലിപ്പമുള്ള വരാലെന്ന് പറയാൻ. വേറെ നമുക്ക് പ്രയോജനപ്പെട്ടില്ല. നമുക്ക് ഇവിടുന്ന് വലിയ മെച്ചമില്ലാഞ്ഞേ ഇതുപോലെ മുന്നോട്ടൊന്ന് കയറ്റി വെച്ച് നോക്കാൻ പോകും. പുറകോലെയൊന്നും എടുക്കുന്നില്ല, നേരെ കൈക്കിടിച്ച് എന്ത് കിട്ടുന്നു അത് നോക്കാൻ പോവുക. അതുകൂടെ നിർത്തിയിട്ട് പരിപാടി നിർത്തുക. രക്ഷയില്ല, പിന്നെ അടുത്ത മാർഗം നമ്മൾ നോക്കും. അയ്യോ, കാടുകൾ ബാക്കിലൊരു ഉതളവാ. ഇതാണോടാ കാട്. നമ്മളെ രണ്ടാമത് ഇവിടെ ഒരു വല കുത്തി കേട്ടോ. ഇനി അവിടെ നിന്ന് കൈക്കിടിച്ച് നോക്കാം എന്ത് കിട്ടുമെന്ന്. കിട്ടുന്നത് ബോണസ്. ഇവിടുന്ന് അവിടം വരെ അപ്രൻറ്റീസുകൾ ഇടിച്ചു. അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാനിറങ്ങാം. ഉള്ള വരാക്കന്നെ ആ ചവർണാത്തേ കാണത്തുള്ളൂ. ഉള്ള വരാക്കന്നെ അങ്ങ് കാണുന്ന ആ കാണുന്ന പുല്ലിനകത്തും ചവർണാത്തേ കാണത്തുള്ളൂ. ഇത് അവിടെ നിന്ന് ഓടിപ്പോ ആ വേണ്ട പോയതൊക്കെ പോയി.
ആണോ ഈ ഇതുകൊണ്ടടി കമ്പ് അവിടെ ഉണ്ട്. പുറവലിക്കാൻ സുഖമായി ഇതിനകത്ത്. വേസ്റ്റില്ല, കമ്പ് പോലില്ല. വലയ്ക്കകത്ത് ചാടിപ്പോലും കണ്ടില്ലല്ലോ. അനങ്ങാ നിന്ന് എത്ര നേരം വന്നിട്ട് പുറവരെ കിട്ടിയായിരുന്നു തോന്നല്ലേ. ആ മേളിലാണോ പോയെന്ന് തോന്നുന്നു. ഉരിക്കിറക്കണ കുറച്ച് പേരപ്പേ അത്ര നേരം അനങ്ങിയില്ല. കുറേ അവിടുന്നാ ഇപ്പുറത്ത് ഊരി വിടണ്ടാ. അയ്യോ എല്ലാം ഒരേ ടൈപ്പ് സാധനമാണല്ലേ. മനുണ്ട് തീരെ മറ്റേ എന്നാടാ ഇത് നന്നായിട്ട് എടുക്കും. ഉള്ളത് വൃത്തിയുള്ളത് കേട്ടോ. 5-6 5 കിലോ ആണല്ലോ അവിടെ. ഇതാ 5 കിലോ അയ്യോ. എനിക്ക് നമ്മൾ ആ പച്ചവല എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രയോജനപ്പെട്ടതെന്ന് തോന്നുന്നു. പോയി കാണുന്നു. പിന്നെ അതെയോ കളയാൻ പറ്റി വന്നില്ല. സത്യം കളയാൻ പറ്റി അധികം പറഞ്ഞേ ഉള്ളൂ. ഇതല്ലേ കളഞ്ഞേക്കാം. ഇതും കാണുന്നില്ല. കിട്ടിയെന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുമ്പോഴേ ആവേശം. വീണ്ടും വെക്കണം എന്നുള്ളൊരു തോന്നുന്നു. അല്ല നമ്മളില്ലേ അവിടെ നമ്മൾ വലിച്ചിരുന്ന ചിലപ്പം കിട്ടിയാനെ. പക്ഷെ ഇതല്ല വലിയൊരു ഓളം എൻ്റെ കാലം തട്ടിയത്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ വരാല്. നമ്മൾ 2 വല വെച്ചിട്ട് കിട്ടിയത്. 1-2 ചൂടിൻ്റെ മയങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. നേരം കുരുന്നൻ അങ്ങോട്ട് വലയും കൊണ്ടുപോയി. അവർ രണ്ടുപേരും ഇവിടെ കയ്യും കാലും കഴിയുന്നു. ഞാൻ അങ്ങോട്ട് കയ്യും കാലും കഴുകാൻ പോകും. നേരം കുഴപ്പമില്ല. എന്നാലും വൻ രീതിയിലൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് വരാല് എല്ലാ ഇടത്തരം വരാനും കുറച്ച് വരാല് കിട്ടി. എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തി. നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.